ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും ഇടയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജി എങ്ങനെയാണ്, ഏത് തരത്തിലാണ് അവർ നിങ്ങളെ നോക്കിക്കാണുന്നത്, ഇതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയെക്കുറിച്ച് പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി ആരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അതായത് അവരുടെ മനസ്സിനകത്തുള്ള ഉദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ എന്താണെന്നുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ വളരെ സപ്പോർട്ടീവായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സ്നേഹത്തോടുകൂടി ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെങ്കിൽ കൺട്രോളിൽ വെക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും എല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്ന് നമ്മൾ പറയാറില്ലേ, അതുപോലെ പെരുമാറുന്ന ഒരു പേഴ്സണാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ റീസെൻ്റ്ലി നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടി എനർജിയും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു ആർഗ്യുമെൻറ്റ്സ്, ഫൈറ്റിംഗ് എല്ലാം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതായത് അവർ തമ്മിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ക്ലാഷസ് തീർച്ചയായിട്ടും റീസെൻ്റ്ലി ഉണ്ടായിട്ടുണ്ടാവണം. കാരണം നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത് ആരാണോ നിങ്ങൾക്കിടയിൽ, ഈ ഒരു പേഴ്സണെ കണ്ണടച്ച് നമ്മൾ വിശ്വസിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ അത്രയും ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയെങ്കിലും അവർക്കൊരു ഇമ്പോർട്ടൻസ് ലൈഫിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കുക എന്ന് പറയുന്ന ഒരു പെരുമാറ്റമാണ് ഈ ഒരു പേഴ്സൻ്റേതെങ്കിൽ കൂടിയും ഇവരുടെ ഒരു വിശ്വാസം കാരണം ചിലപ്പോൾ പല കാര്യങ്ങളും അവർ മുതലെടുത്തിട്ടുണ്ടാവാം. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ അതെല്ലാം കണ്ണടച്ചിരുട്ടാക്കുക എന്ന് പറയുന്ന പോലെയുള്ളൊരു രീതിയിലായിരിക്കാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതായത് ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അല്ലെങ്കിൽ ഇതെല്ലാം കുറച്ച് ഈ ഒരു പേഴ്സൺ കാണിക്കുന്നത് കുറച്ച് ഓവറാണോ എന്നെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ പോലും അവരോടുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ചിലപ്പോൾ റിലേഷൻഷിപ്പ് വൈസ് ആ ഒരു പേഴ്സണായിട്ട് അത്രയും ബ്ലഡ് റിലേഷനൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ചിന്തിക്കാം. അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ഒരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പരിഗണനയൊക്കെ വെച്ച് ചിലപ്പോൾ അവരെന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ കണ്ടില്ല എന്ന് അടിക്കുക, അല്ലെങ്കിൽ പോട്ടേന്ന് വെക്കുക, അങ്ങനെയുള്ളൊരു എനർജിയിലൊക്കെ ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ പോയിക്കൊണ്ടിരുന്നത്. അതായത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ പെരുമാറ്റത്തിൽ പല കാര്യങ്ങളും ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ പോലും അവരോട് ഈ ഒരു പേഴ്സൺ അത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ വലിയ കലഹങ്ങളോ കാര്യങ്ങൾക്കൊന്നും പോയിട്ടുണ്ടാവില്ല. ഒരു വിട്ടുകൊടുക്കുക എന്നുള്ളൊരു രീതിയിൽ പല കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആക്ച്വലി മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ അതൊന്നും വലിയ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ പേരിൽ വലിയൊരു ക്ലാഷസോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാതെ ഈ ഒരു പേഴ്സൺ വളരെ സൈലൻ്റ് ആയിട്ട് പോകുക, അല്ലെങ്കിൽ ഒന്ന് ഒതുങ്ങി പോവുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ആ ഒരു എനർജിയിൽ തന്നെയാണ് പോയിട്ടുള്ളത്. നമുക്ക് കാണാം, ഒരു സെപ്പറേഷൻ എനർജി എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് തീർച്ചയായിട്ടും ഒരു താങ്ങാവുന്നതിലപ്പുറം എന്നുള്ള ഒരു രീതിയിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൽ നിന്നുള്ള ചില പെരുമാറ്റങ്ങൾ നിങ്ങളുടെ പേഴ്സൺ അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ ഒരു പേഷ്യൻസ് എനർജി നമുക്ക് കാണാം. അതായത് ഒരു സഹനമാണ്, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ല കാര്യങ്ങളൊന്നും, എങ്കിലും ചില വിട്ടുവീഴ്ചകൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന തരത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയതായിട്ട് നമുക്ക് കാണാം. അതായത് നമ്മളുടെ ഒരാളെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള വിശ്വാസം ആയിക്കോട്ടെ, അതിങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ പോവാണ്. പക്ഷെ നമുക്ക് പല പ്രശ്നങ്ങളും കാര്യങ്ങളും വരുമ്പോഴും നമ്മളതൊക്കെ കണ്ണടച്ച് വിടുന്നു, സാരില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലത് നമ്മളുടെ തോന്നലായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനകത്തൊന്നും കൂടി ചുഴിഞ്ഞ് ആലോചിക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ, ഈ ഒരു പേഴ്സൻ്റെ ഒരു പെരുമാറ്റവും കാര്യങ്ങളും, അല്ലാന്നുണ്ടെങ്കിൽ ഇവർ സ്നേഹമാണ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന പല കാര്യങ്ങളും ഒറിജിനൽ തന്നെയാണോ എന്നുള്ള ആ ഒരു തരത്തിലുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ ഒരു സംശയത്തിൻ്റെ നിഴൽ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയുടെ മേൽ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മേ ബി അതിൻ്റെ ഒരു റിസൾട്ടായിരിക്കാം നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇവർ തമ്മിലൊരു വഴക്കുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ക്ലാഷ് റീസെൻ്റ്ലി ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞത് ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഒന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെയായിരിക്കും. പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഉള്ള ഈ ഒരു തേർഡ് പാർട്ടി വളരെയധികം കണ്ണിങ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അത് ആരാണ്, ഈ ഒരു മറ്റൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ എക്സ് ആയിരിക്കാം, ആര് തന്നെ ആണെന്നുണ്ടെങ്കിലും വളരെ കണ്ണിങ് ആയിട്ടുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ തേർഡ് പാർട്ടി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ചില പ്രവർത്തികൾ നിങ്ങളുടെ പേഴ്സൺ ചോദ്യം ചെയ്യുക, അങ്ങനെയുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ തന്നെ
ഈ ഒരു വ്യക്തി ചിലപ്പോൾ സോറി പറഞ്ഞത് അവസാനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് ശാന്തമാകുന്ന ഒരു രീതിയായിരിക്കും. അതായത് നമ്മൾ പറയാറുണ്ടല്ലോ, രണ്ട് കൈയും കൂടി കൂട്ടി അടിച്ചാൽ മാത്രമേ ഒച്ച കേൾക്കൂ എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിൾ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അങ്ങനെയുള്ള ഒരു ഫൈറ്റിംഗ് എനർജി അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ് ചെയ്യുന്ന ഒരു എനർജിയൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും അത് കോംപ്രമൈസിലേക്ക് വരുന്നുണ്ട്. അതായത് ഈ ഒരു പേഴ്സൺ അത് വലിയൊരു സംഭവമാക്കി എടുക്കാതെ ഒന്ന് തണുപ്പിച്ചു കളയാന്ന് നമ്മൾ പറയില്ല, ആ ഒരു രീതിയിൽ അതിന് വലിയൊരു എരിവും പുളിയൊന്നും കൊടുക്കാതെ നൈസാക്കി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ മാനസികമായിട്ട് പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവെയർ ആയിട്ടിരിക്കുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട്, ആദ്യം അങ്ങനെയുള്ള ഒരു എനർജി ഉണ്ടായിരുന്നില്ല. ഈ ഒരു തേർഡ് പാർട്ടി പറയുന്നത് വളരെ കണ്ണടച്ച് വിശ്വസിച്ച് പോയിരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അവരിൽ ഒരുപാട് ട്രസ്റ്റ് ഉണ്ടായ ഒരു പേഴ്സണാണ്. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയും വിചാരിച്ചിട്ടുള്ളത് ഇവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടായിരിക്കാം തേർഡ് പാർട്ടി ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ കൺട്രോൾ ചെയ്യുന്നതും, അല്ലെങ്കിൽ ഇവരുടെ പല കാര്യങ്ങളിലും കൈകടത്തുന്നതൊക്കെ അതുകൊണ്ടാണെന്നെല്ലാം ചിന്തിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു എനർജിയിൽ നല്ല രീതിയിലുള്ളൊരു സംശയം ഉള്ളത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അവരിലുള്ള ആ ഒരു ട്രസ്റ്റ് കുറഞ്ഞത് കൊണ്ട് തന്നെയാണ് ആ ഒരു വഴക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഒരു എനർജി എന്ന് പറയുന്നത് ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഫാക്ടർ ഇടയിൽ വരുമ്പോൾ ചില കാര്യങ്ങൾ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ പോലും നമ്മൾ വിട്ടുകൊടുക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. അപ്പോൾ അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും ക്ലാഷസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, അതൊരു കോംപ്രമൈസ് എന്നുള്ള ഒരു എനർജിയിൽ പോയി കഴിഞ്ഞാൽ പോലും മാനസികമായിട്ട് നിങ്ങളുടെ വ്യക്തി അതിനകത്ത് ഒട്ടും തൃപ്തമായിട്ടിരിക്കുന്ന ഒരവസ്ഥയല്ല. ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഒരു സെൻറ്റിമെൻ്റൽ അപ്രോച്ച് എന്നൊക്കെ പറയുന്ന ഒരു രീതി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തതായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സെൻറ്റിമെൻസിൻ്റെ ഒരു രീതിയിൽ പലരെയും കീഴ്പ്പെടുത്താനായിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മാർഗം എന്ന് പറയുന്നത് സെൻറ്റിമെൻസ് ആണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ വർക്ക് ചെയ്യുന്നതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഒരു നിങ്ങളുടെ പേഴ്സണെ ഒരു തരത്തിലും ഉപേക്ഷിച്ച് കളയാനോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കൺട്രോളിൽ നിന്ന് പുറത്തേക്ക് പോകാനോ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് വളരെയധികം ശ്രമങ്ങൾ നടത്തുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുള്ള ഈ ഒരു ചേഞ്ച്, ആദ്യമേ നമ്മൾ പറഞ്ഞതുപോലെ ഇവർ തേർഡ് പാർട്ടിയായിട്ട് യാതൊരു പ്രശ്നത്തിനും പോകുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ അത്രമേൽ അവരെ വിശ്വസിച്ച് പോയിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പല കാര്യങ്ങളും ചോദ്യം ചെയ്യുക, ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവുക, ഫൈറ്റിംഗ് ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. മേ ബി ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്ലാനിങ്ങിലായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെയധികം സ്ട്രോങ് ആയിട്ട് പുറത്തേക്ക് വരുന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചില വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കരയാൻ തുടങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ചിലപ്പോൾ ഇവർക്ക് വേണ്ടപ്പെട്ട വ്യക്തികളാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം സങ്കടമൊക്കെ തോന്നും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി അത്രയും സാധു ആയതുകൊണ്ടാണല്ലോ ഇങ്ങനെ പെട്ടെന്ന് തന്നെ കരഞ്ഞു പോകുന്നത്, ഇങ്ങനെയുള്ളൊരു എനർജിയൊക്കെ ആൾക്കാർ വിചാരിക്കാറുണ്ട്. പക്ഷെ ഇത് തന്നെ എപ്പോഴും റിപ്പീറ്റായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇത് തന്നെ ഏത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതേ ഒരു അവസ്ഥയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചുറ്റുമുള്ള വ്യക്തികൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്തുകൊണ്ട് ഇങ്ങനെ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിപ്പോൾ കരയാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് ഉണ്ടായില്ലല്ലോ എന്നുള്ള തരത്തിലുള്ള ഒരു മാറ്റം ചുറ്റുമുള്ളവർക്ക് ഉണ്ടാവാറുണ്ട്. അതായത് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾ വിലപ്പോകുന്നില്ല എന്ന് കാണുമ്പോഴത്തേക്കും കണ്ണീരായുധമാക്കുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ ഒരു തരത്തിൽ സെൻറ്റിമെൻറ്റ്സ് ഇറക്കി കളിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയൊക്കെയാണ് ഇവിടെ ഈ ഒരു പേഴ്സൻ്റെതായിട്ട്, ഈ ഒരു തേർഡ് പാർട്ടി എനർജിയിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ചെയ്യുന്നുള്ളത് അറിയില്ല. എന്താണെന്നുണ്ടെങ്കിൽ വളരെ ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി എനർജി തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സമയമാറ്റത്തിൻ്റെതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് നല്ല രീതിയിൽ അറിയുന്നത് കൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ടാവാം ഈ ഒരു തേർഡ് പാർട്ടിയുടെ തനി സ്വഭാവം നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കണേ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കാം വളരെയധികം അസ്വസ്ഥമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എനർജി വളരെ ബേർഡനായിട്ട് നിങ്ങളുടെ പേഴ്സൺ കാണുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ അവർ തമ്മിലുള്ള ക്ലാഷസോ കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു റെഗുലർ ഇൻ്റർവെൽ എന്ന് നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒട്ടും കൺട്രോൾ ചെയ്ത് നിർത്താൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ഒരു തേർഡ് പാർട്ടി എനർജിയോട് ഒരു വൈരാഗ്യം തോന്നുന്ന തരത്തിലുള്ള ഒരു രീതിയിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാം ആ ഒരു തേർഡ് പാർട്ടി എനർജി ഇവരുടെ ഒപ്പം തന്നെ ഉണ്ട്. അത് കംപ്ലീറ്റ്ലി വിട്ട് കളഞ്ഞിട്ടില്ല ഈ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്ന് പോന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് അത്രയും മടുത്തിരിക്കുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ നേരത്തെ അവരോട് എന്തോരം സ്നേഹവും താല്പര്യവും ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം വിശ്വാസം ഉണ്ടായിരുന്നു, അതിൽ നിന്നെല്ലാം ഇറങ്ങിപ്പോന്നിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അതായത് നിലവിൽ ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങളുടെ പേഴ്സണ് കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവിടെ ആത്മാർത്ഥമായിട്ട് ആ ഒരു അത്രയും ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു എനർജി ചെലവഴിച്ച് നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ല, വളരെ ഫേക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എപ്പോഴാണ് ഈ ഒരു ഫേക്ക് ആയിട്ടുള്ള എനർജി വരിക? നമ്മളുടെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു മുഖം എന്താണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണോടുള്ള ഒരു താല്പര്യവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അത് നമ്മൾ മറച്ചു വെച്ചിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. അതാണ് ആ ഒരു ഫേക്ക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു റിലേഷൻഷിപ്പാണ് ഈ ഒരു തേർഡ് പാർട്ടി എങ്കിൽ, ഈ ഒരു തേർഡ് പാർട്ടി ഇവരോട് ഇപ്പോൾ അവരോട് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ അവർ സ്നേഹമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ അത് ഉണ്ട് എന്നുള്ളൊരു അർത്ഥത്തിലായിരിക്കാം ചിലപ്പോൾ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ മാനസികമായിട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ല, പറയുന്നത് ജെനുവൻ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അവിടെയാണ് ആ ഒരു ഫേക്ക് എനർജിയുടെ ഒരു പ്രസൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ലാസ്റ്റത്തെ ആ ഒരു എനർജി വന്നിരിക്കുന്നത് പോലെ തന്നെ ആ ഒരു ആട്ടിൻകുട്ടിയുടെ ഒരു എനർജിയിലാണ് ഇവർ പോയിക്കൊണ്ടിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും തലകുലുക്കി സമ്മതിക്കുന്ന, അല്ലെങ്കിൽ അവർ അത്രമേൽ വിശ്വസിക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നെങ്കിൽ അവരുടെ ഒരു യഥാർത്ഥ സത്വം പുറത്തു വരാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ആ ഒരു പേഴ്സൻ്റെ ഒരു സ്ട്രെങ്ത് ആ ഒരു വ്യക്തി തന്നെ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അതായത് കുറേ കാലം നിങ്ങളുടെ പേഴ്സണെ അവരൊരു ഫൂളാക്കി നിർത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പല കാര്യങ്ങളും പറഞ്ഞ് കബളിപ്പിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പേഴ്സണാണ് ഇപ്പോൾ അതേ ഒരു കാര്യം അവരിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഇവരാണ് ഇപ്പോൾ ആ ഒരു തരത്തിൽ അവരോട് പെരുമാറുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി എനർജിയോട് ഒരുപാട് സ്നേഹമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അവർ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള തേർഡ് പാർട്ടി ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആശ്വസിക്കാം. ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മാനസികമായിട്ട് അവരോട് യാതൊരു വിധത്തിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മാനസികമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് പിൻവാങ്ങിയതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു മാനസിക ബന്ധം, അല്ലെങ്കിൽ ആ ഒരു മെൻ്റലി ഉള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇനി അവർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഏതെങ്കിലും തരത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെ പോകുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ വൈകാതെ തന്നെ ഈ ഒരു വ്യക്തിക്ക് തേർഡ് പാർട്ടി എനർജിയിൽ നിന്ന് കംപ്ലീറ്റ്ലി പുറത്തു വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി കംപ്ലീറ്റ്ലി റിമൂവ് ആയി പോകുന്ന ഒരവസ്ഥ. റിമൂവ് ആയി പോകുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ അങ്ങോട്ടേക്കുള്ള അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങളും എല്ലാ തരത്തിലും നിർത്തി അവർ വളരെ ധൈര്യമായിട്ട് തന്നെ അതിൽ നിന്ന് പുറത്ത് കിടക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വളരെ ഫേക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൂടി അവസാനിപ്പിച്ച് വരുമ്പോഴാണ് അത് ഒരു കംപ്ലീറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജിയിലേക്ക് തന്നെ തീർച്ചയായിട്ടും മാറും എന്നുള്ളതാണ്. ഇനി നിങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജി നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കാലം മാറുന്നതിനനുസരിച്ച് നിങ്ങളോടുള്ള എല്ലാ ആറ്റിറ്റ്യൂഡും ഈ ഒരു പേഴ്സണ് മാറി വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഇനിയിപ്പോൾ ചീറ്റ് ചെയ്തൊക്കെ മറ്റൊരു റിലേഷൻഷിപ്പിൽ പോയിട്ടുള്ള വ്യക്തിയായിരിക്കാം, സാഹചര്യം കൊണ്ട് പോയതായിരിക്കാം, തേർഡ് പാർട്ടി ഫാമിലി ആയതുകൊണ്ട് നിവൃത്തിയില്ലാതെ അത് വിശ്വസിച്ച് പോയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, നിങ്ങളോട് തല്ലുപിടിച്ച് പോയിട്ടുള്ള വ്യക്തിയായിരിക്കാം. ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജീസിന് കംപ്ലീറ്റ്ലി ഒരു അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു എനർജി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൈപിടിച്ച് കൂടെ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ എന്നും അവരുടെ ലൈഫിൽ കൈപിടിച്ച് നിങ്ങളൊപ്പം ഉണ്ടാവണം എന്ന് തന്നെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും അത് കുറച്ചും കൂടി ഒരു എന്താ പറയുക, നമുക്കൊരു ഗ്രോ അപ്പ് ലെവൽ എന്നൊക്കെ പറയുന്നത് പോലെ മാനസികമായിട്ട് നല്ലൊരു പക്വമായിട്ടുള്ള രീതിയിൽ തന്നെ ഈ ഒരു പേഴ്സൺ അത് നോക്കി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നും കൂടി ഒരു ബെറ്റർ ലെവലിലേക്ക് പോകാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഡിസ്ട്രക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നതെങ്കിൽ അത് തീർത്തും ആ ഒരു റീയൂണിയൻ ലെവലിലേക്ക് വരാനായിട്ട് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് പ്രതിസന്ധികൾ അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഒരു തേർഡ് പാർട്ടി തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തടസ്സമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ അത് ഗൗനിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് അവരുടെ മനസ്സിൽ ഇപ്പോൾ എന്ത് തടസ്സങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും സാരില്ല, ഈ ഒരു റിലേഷൻഷിപ്പ് ഞാൻ വീണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും, എനിക്കത് ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളൊരു മാനസികാവസ്ഥ വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയോടുള്ള അറ്റാച്ച്മെൻറ്റ് കാരണമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇത്രയും ഒരു തകർച്ചയോ പാളിച്ചയോ ഒക്കെ വന്നിട്ടുണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയോട് ഉണ്ടാകുന്ന ഇപ്പോഴുള്ള അവരുടെ ഒരു അവഗണന, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഇനി ആർക്കും വേണ്ടിയിട്ട് ഞാൻ ഒന്നിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല, എൻ്റെ ബെറ്റർ ഇതായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവാവാനും മതി. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഒരു ഹോപ്പിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി എനർജി കംപ്ലീറ്റ്ലി റിമൂവ് ആയിട്ട് നിങ്ങളിലേക്ക് വരാൻ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം.
അല്ലാന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ടെന്നുള്ളതാണ്. അത് മാത്രമല്ല, അവർ ചില കാര്യങ്ങൾ നിങ്ങളോട് വളരെ ഓപ്പൺ ആയിട്ട് തുറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയില്ല. നമ്മളിവിടെ തേർഡ് പാർട്ടി എനർജീനെ കുറിച്ചാണ് കൂടുതലും നോക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും ഒരു കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് രഹസ്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം തുറന്ന് പറയാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഒളിയും മറയും എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഇനി കൊണ്ടുവരാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയെ കൊണ്ട് വലഞ്ഞിട്ടുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുള്ള ഏത് കാരണത്തിനാണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടി ആയിരുന്നു ഒരു റീസൺ എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ ആശ്വാസമായിട്ടുള്ളൊരു റീഡിംഗ് ആണ്. പ്രത്യേകിച്ച് ഇവിടെ വന്നിരിക്കുന്ന പോലെയുള്ളൊരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആ ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു തേർഡ് പാർട്ടി പൂർണ്ണമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ടും നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.